അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫണ്ണോളജി. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് മെൻ്റൽ ഹോസ്പിറ്റൽ 6 ചൈൽഡ് ഓഫ് ഈവിൾ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇത് ഭയങ്കര ഹൊറാണെന്നൊക്കെ കേട്ടത്. അപ്പോൾ നമുക്കൊന്ന് കളിച്ചൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ സബും ലൈക്കും ഷെയറും ബെല്ലൈക്കണൊക്കെ ഞങ്ങൾക്ക് മറക്കരുത്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കയറാം. അങ്ങനെ ഇവൻ ഏതോ കാട് വഴി തെണ്ടി അലഞ്ഞിരിഞ്ഞ് പോണേന് നമുക്ക് അങ്ങനെ ഇവിടെ മുന്നം വെച്ചാൽ പോണേന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ചെക്കനെ അപ്പോൾ പോലീസ് വിളിച്ചേക്കുന്നത് നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്ററാണ്. ചെക്കൻ മാസാവനാ പോണത്. നമുക്കപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി എത്താറായിരുന്നു വിശ്വസിക്കുന്നു. മാസാവണ അവിടെ ഒരു വെളിച്ചം കാണാം. എനിക്ക് തോന്നുന്നു ഇവനേതോ പോലീസിൻ്റെ ഗണിക്കുന്നവരുണ്ട്. അവന്മാരെന്തോ ഗണി വെച്ചേക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പോലീസ് വണ്ടിയൊക്കെ കാണാം. ശരിക്കും എനിക്ക് തോന്നണത് നമ്മെന്തോ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു. അപ്പം നമ്മളെ പോലീസ് പിടിച്ചൊന്നുമില്ല, അതൊരു തെറ്റുകാരനായിരുന്നു. നമ്മളെ പിടിച്ചാൽ തന്നെ അവരുടെ വായിലമ്മ കോലെടുത്ത് കയറ്റും. നമ്മ മാസാണ്. അതെ, മാസിൻ്റെ അപ്പനാണ്. മാസിൻ്റെ അപ്പൻ നമ്മുടെ ഒരു ഫോൺ കോളിന് ബലയ്യ വരും. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഗൈസ്, ആ കിടക്കണത് ബല്ലയല്ലേ? ഗൈസ് ഇവിടെ ഇയാളെ തീർത്ത് കൈസാരുണ്ട്. ഗൈസ് ആ പോലീസ് പുള്ളിക്കാരനാണ്. പുള്ളി വെട്ടിയായി കിടക്കുകയാണ്. പുള്ളി വാങ്ങി പോയി കൈസ്. ഗൈസ് ഇവിടെ എന്തോ നിഗൂഢമായ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് നൈസായിട്ട് ഉള്ളിലേക്ക് ഒരു എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിഗൂഢതയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഉള്ളിലെനിക്ക് തോന്നണ ജഗതി ഇരുന്ന് കൂടോത്രം ചെയ്യേണ്ടെന്ന്. നമ്മതറിയാൻ തന്നെയാണ് വന്നേക്കുന്നത്. ബല്ലയെ മാസാറ്റി നമ്മളെ പിടിക്കണമെങ്കിൽ നമ്മ ബല്ലയ്യനെ വിളിക്കണേന്. ബല്ലയ്യ ഒന്ന് പിന്നെ കാര്യമൊക്കെ തീർക്കണല്ലേ അവരുടെ. ഇവിടെ ആരാണ്ട് ഓർമ്മയുണ്ട് കൈസ്. അങ്ങനെ നമ്മൊരു ഉൾക്കാട്ടിലേക്ക് ഇതെന്താണ് ഗൈസ്? കുരിശൊക്കെ കാണാം. അവിടെ എന്തുണ്ടല്ലോ ഗൈസ്. അവിടെ കുറേ ഇതെന്താ ഐറ്റം? ഇവനെ ഇതാണ് ഈ സ്ലെൻഡർമാൻ്റെ അപ്പനെ. അവിടെ ഇതെന്താ ഐറ്റം? 2 ജന്തുക്കളുണ്ടല്ലോ. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എന്താ പരിപാടി നോക്കാം. നമുക്ക് ബിരിയാണി വെക്കണമെങ്കിൽ ഇത്രയും നമുക്കും വാങ്ങാം. വൻ സ്പീഡ്. കുരിശ് കത്തിച്ചാണോ കുരിശിലിട്ട് ആരെങ്കിലും ഇട്ട് കത്തിച്ചാണോ അത് ഐഡിയ ഇല്ല. നമ്മേതായാലും ഗൈസ് നമ്മുടെ മുന്നിൽ 2 വഴിയുണ്ട്. നമുക്ക് എന്തായാലും അവന്മാർ പോയ വഴി ഇവിടെ ഒരു ആരോ വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അവന്മാർ പുറകെ പോവാ. അതെ, നമുക്കിത് ഗൈസ് ഇതിന്റെ ആംബിയൻസ് രക്ഷയില്ല. ഭയങ്കര അറ്റ്മോസ്ഫിയർ. സൗണ്ട് ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. അവന്മാർ പോയ അവിടെ പുല്ല് പോലും മുളച്ചിട്ടില്ല. അതെ, കാണാൻ കൂടി ഇല്ല, ഒരു പൊടി പോലും കാണാനില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം. മിക്കവാറും നമ്മൾ അണ്ണാക്കി കയറി കൊടുക്കും. ഇവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ക്യാമറ എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. ജസ്റ്റ് UV അടിച്ച് നോക്കാം. ഇവിടെ ഓക്കെ ആണെന്ന് വിശ്വസിക്കാം. അവിടെ ഒരു കൂട്ട് കാണുന്നുണ്ട്. അത് ഡമ്മിയാണെന്നാണ്. എന്തായാലും പോയി നോക്കാം. ഈ വീട് ഹൊറാണ്. ഇവിടെ ഒന്നുമില്ല. ഡാമേജ് മാത്രം. എന്തായാലും നമ്മ ഫുള്ള് കറങ്ങിത്തിരിഞ്ഞ് മനസ്സിലാക്കിയിട്ടേ നീങ്ങുള്ളൂ. നമുക്ക് എന്തായാലും നേരെ പോയി നോക്കാം. നേരെ തന്നെയാണ് തോന്നുന്നു നമ്മൾ പോകേണ്ട വഴി. സിമാരി ഇവിടെ വന്നിരുന്നോ? എത്ര സ്പീഡിൽ ഓടിയിട്ട്? അവന്മാർ നമ്മുടെ അടുത്തേക്ക് അവന്മാർ നമ്മുടെ അടുത്തേക്ക് വന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നൈസായിട്ട് ക്യാമറ ഓടിച്ചിട്ട് അവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തോ റെഡ് കളർ കാണണ്ടല്ലോ. അതെന്തോ നമ്മ എന്തായാലും തിരിക്കേണ്ടി വരും. തിരിച്ചിട്ടുണ്ട് ഗൈസ്, നമ്മതങ്ങനെ തിരിച്ചിട്ടുണ്ട്. പക്ഷേ വൻ ചേസിങ് ആണ് അവര്. ഗൈസ് നമ്മൾ പിടി കൊടുത്താൽ തീരും. അവര് ഡാമേജ് ചെയ്യും നമുക്ക്. പിന്നെ ബലയ്യ റെഡി വരും. കീരിനെ തപ്പി ഇറങ്ങിയാണ് രാത്രി. കീരി ഉണ്ടായില്ല. 2 ഓട്ടംകോലി കണ്ടിട്ടുണ്ട്. നമുക്ക്
മരം A few moments later. അപ്പൊ അവൻ്റെ അപ്പനും അപ്പൂപ്പനും അപ്പൊ നമ്മ കുരിശിന്റെ അവിടെ ഒന്ന് മാസമായിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ കുരിശിൻ്റെ അവിടെ ഒന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തെ വഴി പിടിച്ചു നോക്കാം. ഈ കാട്ടി ഞാനൊക്കെ കാക്കേക്കാണ് ഡാമേജ് പറ്റിയതിനെ ഇത് വന്നിട്ട് ബാലയ്യ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്. അതാണ് നമുക്കൊന്ന് പറ്റാണ്ടിരുന്നത്. കൊണ്ടുപോയാണ് തല കൊണ്ടായാലും നമ്മ തലയില്ലാണ്ട് നമുക്ക് എന്തായാലും പിന്നെ എന്തൊക്കെ വരുമെന്നറിയാം. നേരം എനിക്ക് തോന്നുന്നു ബാലയ്യാണ് ഗൈസ് നമ്മളൊന്ന് രക്ഷിച്ചതെന്ന്. ബാലയ്യനെ നിങ്ങളവിടെ കണ്ടില്ലേ? പുള്ളി അവിടെ നിൽക്കണ്ടായിരുന്നു. പുള്ളി അവിടെ നിൽക്കണ്ടായിരുന്നു. ആ മരത്തിന്റെ അവിടെ പിടിച്ചതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നോക്കാം എന്താ ഇതേ പോണ് ഗൈസ്. മച്ചാനെ ഒരു ലിഫ്റ്റ് തരും. ഇതാണ് 4 കാലിലോടുന്ന ഫ്ലാഷ് ഗൈസ്. വഴി പൊടി പറപ്പിച്ചാ പോണത്. നമ്മളെ പേര് അവൻ നമ്മളെ ചേസ് ചെയ്യും ഗൈസ്. അവൻ ചേസ് ചെയ്യും ഗൈസ്. ഇല്ല നടക്കണത് കാലം. അയ്യോ ഇതെന്താണ് പോയൊരു വെട്ടം അതങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും ആവട്ടെ. നമ്മൊരു വീടെത്തി ഇത് പള്ളിയാണെന്നൊരു ഡൗട്ട് ഉണ്ട്. പള്ളിക്കട്ട് നമുക്ക് ആ പള്ളിയിലേക്കൊന്ന് കയറി നോക്കാം. കേറി എങ്ങോട്ട് ഇത് നമ്മ വന്നപ്പോ തന്നെ മണി അടിച്ചു തുടങ്ങിയാൽ മതി. നമുക്ക് എന്തായാലും ആ പള്ളിയിലൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിക്ക് നേരെ തന്നെ പോവാം. അവന്മാരാണെങ്കിൽ 1 ഡാമേജാണ് നമുക്ക് തന്നോണ്ടിരിക്കണത്. ഇത് എന്താണത്? പൈപ്പ് ലൈനാണത് ഗൈസ്. അവിടെ എന്തോ ആർച്ച് പോലത്തെ സാധനം കാണിക്കണ്ട. അവിടെ നമ്മ എന്തോ പരിപാടി. ഇതാണ് നമ്മളിനി ഓഫ് ചെയ്തത്. പൈപ്പാണ് ഓഫ് ചെയ്തത് നമ്മള്. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. അടുത്ത ചാപ്റ്ററിലേക്ക് എന്തോ കയറിയാണ്. ഇതാണ് ഗൈസ് കട്ട് സീൻ. ചൈൽഡ് ഓഫ് ഡാർക്ക്നെസ് അതാണ് ഗൈസ് ഈ ചാപ്റ്ററിന്റെ പേര്. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഗൈസ്. എന്തായാലും നമ്മളൊരു പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആണ് ഗൈസ്. നമുക്ക് എന്തായാലും ക്യാമറ അടിച്ച് നോക്കാം. ഇവിടെ നൈറ്റ് വിഷൻ ഓൺ ആക്കി നോക്കാം. ഇവിടെ ക്യാമറ തന്നെ വേണ്ടിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ അന്തരീക്ഷം. കയറിയപ്പോ തന്നെ ലോക്ക്. ഇത് ഞാനെങ്ങനെ തുറക്കണമെന്ന് പറയണത്. ഇത് തുറന്നോ? ഈ ലോക്കൊന്നും കാണാനില്ലല്ലോ ഗൈസ്. ഇവിടേക്ക് എന്തോ താക്കോലും പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് എടുക്കാൻ ഇത്രയുള്ളൂ ഗൈസ്. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വഴിയില്ല ഗൈസ്. ഡാമേജ് ആണ് ഗൈസ്. ലോക്കാണ്. എന്താണ് പലക ഇപ്പൊ പൊളിഞ്ഞു ഗൈസ്. ഡാമേജ് ആയ പലകയാണ് ഗൈസ്. പുറത്തേക്ക് വന്നുണ്ട്. ഇവിടെ കാക്കകളാണ്. നമ്മ ഇവിടെ നേരെ ഇവിടെ ഞാൻ അത് ഇവിടെ പാവേണ്ടത് നമ്മുടെ എടുക്കാൻ പറഞ്ഞു. ഡാമേജ് ആയ പാവയാണെന്ന് തോന്നുന്നു. പാവയുടെ മോണ്ട് രക്ഷിത മാറ്റിക്കാം. ആരോ ആണത്. നമുക്ക് എന്തായാലും അങ്ങ് സൈഡ് വഴി പട്ടി വരെയാണ്. പക്ഷേ ഈ പെണ്ണുമ്പിള്ള ഡോറും തുറക്കാൻ പറ്റൂല ഗൈസ്. ഇവരെ ഇത്ര സ്പീഡിൽ ആ പെണ്ണുമ്പിള്ള പോയിട്ടാൽ അതങ്ങനെ ലോക്ക് ചെയ്യുന്ന എനിക്ക് പറഞ്ഞില്ല. പക്ഷേ ആ പുള്ളിക്കാരൻ ഇറങ്ങുന്നുണ്ട്. നമ്മ അതിക്കൊണ്ട് നമ്മ ഇനി തിരിഞ്ഞോടലില്ല ഗൈസ്. മിക്കവാറും തിരിഞ്ഞോടാണ്ടിയും വരും. ഒന്ന് തുറന്ന് കാണാം. അയ്യോ അയ്യോ അങ്ങോട്ട് വഴിയുണ്ട്. ഇങ്ങോട്ട് വഴിയുണ്ട്. അങ്ങനെ അങ്ങനെ ചാവില്ല. നൈറ്റ് വിഷൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇത്രയും മിനിറ്റ്. അപ്പോൾ ക്യാമറ ഓൺ ആക്കാണ്ട് കൂടിയിരുന്നെങ്കിലാ നമ്മുടെ ക്യാമറയുടെ ബാറ്ററി അത് മറ്റൊരു കാര്യം. എന്തായാലും നമ്മൾ ആ പുള്ളിക്കാരൻ്റെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം നമ്മ 2 പ്രാവശ്യം ശ്രമിച്ചിട്ടും ചത്തുകൻ ആ പുള്ളിക്കാരൻ നമ്മളെ കൊന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. വായിൽ പഴം കുത്തിയ പോലെ ഇരിക്കരുത്. ബൈ.